മദീനയ്ക്ക് സമീപം 42 ഇന്ത്യൻ ഉംറ തീർത്ഥാടകരുടെ മരണത്തിനിടയാക്കിയ ബസ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഒരാൾ മാത്രമാണ്. ഹൈദരാബാദ് സ്വദേശി മുഹമ്മദ് അബ്ദുൽ ഷൊയ്ബാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ഡ്രൈവറുടെ അടുത്തിരിക്കുകയായിരുന്നു 24-കാരനായ ഇദ്ദേഹം. മദീനയിലെ കിങ് ഫഹദ് ആശുപത്രിയിൽ ചികിത്സയിലാണ് മുഹമ്മദ് അബ്ദുൽ ഷൊയ്ബ്. ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യവിവരത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. തിങ്കളാഴ്ച ഇന്ത്യൻ സമയം പുലർച്ചെ 1:30-യോടെയാണ് അപകടമുണ്ടായത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് തീർത്ഥാടകരുമായി പോവുകയായിരുന്ന ബസ് ടാങ്കറുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഹൈദരാബാദിൽ നിന്നുള്ള ഉംറ തീർത്ഥാടകരായിരുന്നു ബസ്സിൽ. മരിച്ചവരിൽ 11 സ്ത്രീകളും 10 കുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. റിയാദിലെ എംബസിയും ജിദ്ദയിലെ കോൺസുലേറ്റും സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ടെന്നും ഇന്ത്യൻ ഉദ്യോഗസ്ഥർ സൗദി അധികൃതരുമായി സംസാരിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അപകടത്തിൽ വെന്തുമരിച്ചത് 42 പേരാണ്. മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധം കത്തിക്കരിഞ്ഞതായി റിപ്പോർട്ടുകൾ പറയുന്നു. മരിച്ചവരിൽ ഭൂരിഭാഗവും തെലങ്കാനയിൽ നിന്നുള്ളവരാണ്. അപകടത്തിന് പിന്നാലെ ഇന്ത്യൻ കോൺസുലേറ്റ് അടിയന്തര സഹായം ഉറപ്പാക്കി. ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. അതിഭീകരമായ ദുരന്തമാണ് ഉണ്ടായതെന്നാണ് ദൃക്സാക്ഷികൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. അപകടം സംഭവിച്ച് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സിവിൽ ഡിഫൻസ് സംഭവസ്ഥലത്തെത്തിയെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സിവിൽ ഡിഫൻസും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. എന്നാൽ അപ്പോഴേക്കും എല്ലാവരും മരിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. തെലങ്കാന മുഖ്യമന്ത്രി രേവത് റെഡ്ഡി സംഭവത്തെക്കുറിച്ച് ഉടനടി അന്വേഷിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകി. മക്കയിലെ തീർത്ഥാടനം പൂർത്തിയാക്കി മദീനയിലേക്ക് പോകുന്ന വഴിയാണ് അപകടമുണ്ടായത്. ബദറിനും മദീനയ്ക്കുമിടയിൽ മുഫറാഹത്ത് എന്ന സ്ഥലത്ത് വെച്ചാണ് അപകടം നടന്നത്. ബസ് ഡീസൽ ടാങ്കുമായി കൂട്ടിയിടിച്ച് തീപിടിക്കുകയായിരുന്നു.